വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ഇനിയും പോരാട്ടം തുടരുമോ? തീർച്ചയായും തുടരും. അദ്ദേഹം സമൂഹത്തോട് മാപ്പ് പറയുന്നത് വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ആനുകൂല്യങ്ങൾ നേടാൻ വേണ്ടിയല്ല. അടൂർ ഗോപാലകൃഷ്ണൻ ഒരു മഹാനായ സംവിധായകനാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്. ഇതിൽ നിന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ചാതുർവർണ്ണയ സിദ്ധാന്തങ്ങളോടുള്ള ഒരു ഐക്യപ്പെടലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായി ഞങ്ങൾ കാണുകയാണ്. അദ്ദേഹം ഇന്നലെ അധിക്ഷേപിച്ചത് ആരെയൊക്കെയാണ്? നിങ്ങളെല്ലാം സാക്ഷികളല്ലേ. അദ്ദേഹം അധിക്ഷേപിച്ചത് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളെ, ചാലയിലെ തൊഴിലാളികൾ പണിയെടുത്ത് ജീവിക്കുന്നവരാണ്, സ്ത്രീകളെ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ, ഇവരെയെല്ലാം അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഭാസ്കര പട്ടേലിൽ നിന്ന് അദ്ദേഹം ഇതുവരെയും താഴോട്ട് വരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ എന്തോ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നു. ഒരു ബോധ്യവുമില്ലാത്തൊരു വിഷയം. ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യമുള്ളതല്ല. ഇന്ന് പത്രക്കാർ ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താ? ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു ചാലയിലെ തൊഴിലാളികൾ ചവിട്ടിക്കേറി എന്നാണ്. അപ്പോഴും നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? അദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല. അപ്പോൾ ഇതിന് മാപ്പ് പറയണം. അദ്ദേഹം ഞങ്ങളോട് മാപ്പ് പറയണം എന്നുള്ള ആവശ്യമല്ല. ഇത് സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന വിഭാഗങ്ങൾ, പണിയെടുക്കുന്ന വിഭാഗങ്ങൾ, സ്ത്രീകൾ, ഇവർക്കെല്ലാം എതിരായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിന് അദ്ദേഹം മാപ്പ് സമൂഹത്തോട് പറയണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വൃത്തിഹീനമായ മനസ്സ്, അതപ്പതിച്ച മനസ്സ് തുറന്നു കാണിക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്യാമ്പയിനും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും.